കുതിരകൾ രണ്ടും നന്നെ കിതച്ചിരുന്നു. അവയുടെ കടവായിൽ നിന്നും മഞ്ഞ കലർന്ന കറുപ്പ് നിറമുള്ള പത തെറിച്ചു നിന്നു. മയിലുകൾക്ക് നിന്ന്, സമുദ്രങ്ങൾക്കും പർവ്വതങ്ങൾക്കും അക്കരെ നിന്ന് വരുന്നവരാണ് അവരെന്ന് തോന്നി. പക്ഷേ വേഗത്തിന് പുറകോട്ടുമുണ്ടായിരുന്നില്ല. യാത്ര തുടങ്ങിയതിന് ശേഷം ഈ നിമിഷം വരെയും അവ ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുതിരകളെ നിയന്ത്രിക്കാൻ വണ്ടിക്കുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വണ്ടി പിടിച്ചു നിർത്തും, ശേഷൻ ആജ്ഞാപിച്ചു. ജനക്കൂട്ടം ഒരേ ആവേശത്തോടെ കുതിരകളുടെ മുന്നിലേക്ക് പാഞ്ഞു ചെന്നു. അവർക്ക് കുതിരകളെയോ കുതിരകളുടെ ചവിട്ടിനെയോ മരണത്തെ തന്നെയോ ആ നിമിഷത്തിൽ ഭയമുണ്ടായിരുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അത്യുച്ചത്തിൽ കൂവി വിളിച്ചുകൊണ്ട് വിശന്ന കുറുനരികളെപ്പോലെ വണ്ടിയുടെ നേരെ കുതിച്ചു വീണു. കുതിരകൾ അമ്പരന്നു പോയിരിക്കണം. അവ നിന്നപ്പോൾ മണികിലുക്കം മാഞ്ഞു. അപ്പോഴാണ് അവർ വണ്ടിക്കുള്ളിലേക്ക് നോക്കിയത്. അതിനുള്ളിലെ കാഴ്ച അവരെ ഞെട്ടിച്ചു. മുൻനിരയിൽ നിന്നവർ ഭയത്തോടെ, ഉൾവിറയോടെ, വിറയ്ക്കുന്ന മുട്ടുകളോടെ പിൻനിരയിലേക്ക് ഊർന്നുപോയി. ചിലരൊക്കെ ആരും കാണാതെ സ്ഥലം വിടാനും തുടങ്ങി. വണ്ടിക്കുള്ളിൽ മനുഷ്യ ശവങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു. പുറത്തേക്ക് വീണ് കിടന്നളിയുന്ന കരിയിലകളെപ്പോലെ, ഒരു കുട്ടയ്ക്കുള്ളിൽ അടുക്കടുക്കായി അടുക്കി വച്ചിരിക്കുന്ന ചത്ത മത്സ്യങ്ങളെപ്പോലെ, ഒന്നിനു മേലെ ഒന്നായി, യാതൊരടുക്കും ചിട്ടയുമില്ലാതെ ചത്ത മനുഷ്യരുടെ ചീഞ്ഞു നാറുന്ന ശവങ്ങൾ. അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് കുമിഞ്ഞുകൂടി കിടന്നു. ഒരു ശവവും പൂർണ്ണമായിരുന്നില്ല. ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു എല്ലാം. ചിലവയുടെ കൈകാലുകൾ അളിഞ്ഞറ്റുപോയിരുന്നു. അന്തരീക്ഷത്തിൽ ദുർഗന്ധം ഒരു പാട പോലെ പരന്നു. ചിലരൊക്കെ ബോധം കെട്ടു വീണു. ചിലരൊക്കെ ഛർദ്ദിക്കാൻ തുടങ്ങി. ജനക്കൂട്ടത്തിനിടയിൽ അസ്വസ്ഥതയുടെയും രോഷത്തിൻ്റെയും ഒരല ക്രമേണ ചലിക്കാൻ തുടങ്ങി. ദീർഘനാളത്തെ കാത്തിരിപ്പ് ഇങ്ങനെയൊരു വണ്ടിക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന ചിന്ത അവിടെ കൂടി നിന്നവരിൽ ഒരാളിനെ ഒഴികെ മറ്റെല്ലാവരെയും കഠിനമായി മഥിക്കാൻ തുടങ്ങി. ഇതാണോ വറുതിയുടെ അന്ത്യം? ഇങ്ങനെയാണോ ദുരിതങ്ങളിൽ നിന്ന് മോചനം? ശേഷൻ മാത്രം ഒരു ശിലാപ്രതിമ പോലെ അനുനിമിഷം അസ്വസ്ഥമായിക്കൊണ്ടിരുന്ന ജനക്കൂട്ടത്തെ നോക്കി നിന്നു. തൻ്റെ മക്കളും ചെറുമക്കളും കൂടി തനിക്കെതിരെ ശാപവാക്കുകൾ പിറുപിറുക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ദീർഘനാളായി തങ്ങളെ കബളിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു കപട പ്രവാചകനെ പെട്ടെന്നൊരു നിമിഷം തിരിച്ചറിയുന്നത് പോലെയായിരുന്നു ജനക്കൂട്ടത്തിൻ്റെ നിലപാട്. അവരുടെ കണ്ണുകളിൽ കോപത്തിൻ്റെ ജ്വാലകൾ കണ്ടു. എന്താണിത്? രാമൻ്റെ വീട്ടുകാർ മുന്നോട്ട് കയറി ചോദിച്ചു. ഈ ശവവണ്ടി എവിടെ നിന്ന് വന്നു? കാട്ടിൽ നിന്ന്, ശേഷൻ നിർവികാരനായി അറിയിച്ചു. അവിടെ തീപിടിച്ചിരിക്കണം. വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമുണ്ടാകാറുള്ള വന്യമായ അഗ്നി. അതിൻ്റെ ഇരകളാണിവർ. ഇവരാണോ നമ്മെ രക്ഷിക്കുന്നത്? അതെ. നിങ്ങൾക്ക് ഭ്രാന്താണ്. ജനക്കൂട്ടം ശേഷന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരേ സ്വരത്തിൽ അലറി. നിങ്ങൾ വഞ്ചകനാണ്, നിങ്ങൾ കള്ളനാണ്. ശേഷന്റെ കണ്ണുകൾ ചുവന്നു. അയാളുടെ നാസാഗ്രം കോപം കൊണ്ട് വിറച്ചു. ചുവന്നു കലങ്ങിയ കണ്ണുകളിൽ കോപത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. ഒരക്ഷരം മറുത്തു പറയാതെ ഉറച്ച കാലടി വെപ്പുകളോടെ അയാൾ വണ്ടിയുടെ നേരെ നടന്നു ചെന്നു. ഒരു നിമിഷം അയാൾ നിശ്ചേതനങ്ങളായ അജ്ഞാതരായ ആ മനുഷ്യരൂപങ്ങളുടെ നേരെ നോക്കി. അയാളുടെ കണ്ണുകളിൽ സഹതാപമുണ്ടായിരുന്നു. ആണും പെണ്ണും കുട്ടികളുമൊക്കെയായി ഒരു ചെറിയ സമൂഹം വണ്ടിക്കുള്ളിൽ കിടന്ന് ചീഞ്ഞു നാറി. ഒരു കാലത്ത് ധാരാളം സൗന്ദര്യമുണ്ടായിരുന്ന പല മുഖങ്ങളും അയാളുടെ മുമ്പിൽ വികൃതമായി ഇരുന്നൊലിച്ച് ദയയാചിച്ച് കിടക്കുന്നു. ഭ്രാന്തമായ ഒരു ആവേശത്തോടെ അയാൾ അതിലൊരു ശവം വലിച്ച് പുറത്തേക്കിട്ടു. ചത്ത ഒരു പട്ടിയെ പോലെയോ എലിയെ തൂക്കിയെറിയുന്നത് പോലെയോ അനായാസതയോടെയാണ് അയാൾ അത് ചെയ്തത്. താഴെ വീണ ശവം കഷണങ്ങളായി തെറിച്ചകന്നു. പക്ഷേ മനുഷ്യമാംസത്തിൻ്റെ കഷണങ്ങളെ മറച്ചുകൊണ്ട്, മനുഷ്യാസ്ഥിയുടെ തുണ്ടുകളെ മറച്ചുകൊണ്ട് നോക്കി നിന്നവരുടെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചുകൊണ്ട് വേറൊന്നുകൂടി ഒപ്പം തെറിച്ചു വീണു. ശവത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഭാണ്ഡത്തിൽ നിന്നും പൂക്കുറ്റി പോലെ പൊട്ടിച്ചിതറിയ രത്നങ്ങൾ, സ്വർണ്ണക്കട്ടികൾ. ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു. മരവിച്ച് നോക്കി നിൽക്കുമ്പോൾ ശേഷൻ അവരോട് പറഞ്ഞു, നമുക്ക് വേണ്ടതെല്ലാം ഈ വണ്ടിയിലുണ്ട്, ഈ ശവങ്ങളിലുണ്ട്. കാലം കൂടുമ്പോൾ മാത്രമുണ്ടാകാറുള്ള കാട്ടുതീ കുറേ മനുഷ്യരെ ചുട്ട് കരിക്കുന്നു.
അവശേഷിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്കായി അത് സമ്പത്തും സൗഭാഗ്യങ്ങളും വാരി വിതറുന്നു. ഈ ശവങ്ങൾ നമുക്കാണോ? ഔസേപ്പ് ചോദിച്ചു. നമുക്ക് 3 വീട്ടുകാർക്കുമായുള്ളത്. ഞാനത് പങ്കുവെച്ച് തരാം. അതിനു മുമ്പായി വേഗം ഈ വണ്ടി ഒഴിച്ചു കൊടുക്കുക. കുതിരകൾക്ക് പോവാൻ ധൃതിയായി. അന്ന് ജനക്കൂട്ടം കാട്ടിയിരിക്കാവുന്ന ആർത്തിയും അലപ്പും പുരുഷന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2ാമത്തെ വണ്ടി വന്നപ്പോൾ അയാൾ കണ്ടതാണ് അത്. കുട്ടിക്കാലത്തെ സംഭവമാണെങ്കിൽ കൂടി ഇപ്പോഴും ആ ദൃശ്യം ഓർമ്മയിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞിട്ടില്ല. 2ാമത്തെ വണ്ടി വരുമ്പോൾ പുരുഷന് 4-5 വയസ്സ് പ്രായമായിരുന്നു. ആദ്യത്തെ വണ്ടി വന്നുപോയി. കുറേയേറെ വർഷങ്ങളോളം സമൃദ്ധിയുടെ പുളപ്പ് 3 വീടുകളെയും ചൂഴ്ന്നു നിന്നു. ആൾക്കാർക്ക് വേണ്ടതെല്ലാം ആ വണ്ടിയിലുണ്ടായിരുന്നു. നല്ല വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ, നല്ല സുഗന്ധദ്രവ്യങ്ങൾ, നല്ല ആഭരണങ്ങൾ, നല്ല ആഡംബരങ്ങൾ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ അവ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. വസ്ത്രങ്ങളിൽ കീറൽ വീണു. ഭക്ഷണശേഖരം ക്രമേണ ശൂന്യമായി. സുഗന്ധദ്രവ്യങ്ങളുടെ കുപ്പികൾ ഒഴിഞ്ഞു. അവശേഷിച്ചവ നിർഗന്ധ വസ്തുക്കളായി അവരെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ആഭരണങ്ങൾ തേഞ്ഞുപോയി. ആഡംബര വസ്തുക്കളുടെ പുതുമ മാഞ്ഞുപോയി. 3 വീട്ടുകാർ ഉൾപ്പെടുന്ന ആ സമൂഹം ക്രമേണ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. ക്ഷാമത്തിൻ്റെയും പട്ടിണിയുടെയും കറുത്ത നിഴലുകൾ അവർക്കുമേൽ വീണ്ടും വീഴാൻ തുടങ്ങി. ഒരിക്കൽ അതുമായി പരിചയപ്പെട്ടിട്ടുള്ള പഴമക്കാർ ഒരൽപ്പം സമാധാനത്തോടെ അതും നോക്കിയിരുന്നു. മുമ്പൊരിക്കലും ദുരിതവുമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ലാത്ത ഇളയ തലമുറ ദിവസം ചെല്ലുന്തോറും ക്ഷുഭിതരായിക്കൊണ്ടിരുന്നു. പട്ടിണി മൂലം അങ്ങുമിങ്ങും ആളുകൾ ചാവാൻ തുടങ്ങി. ഔസേപ്പിൻ്റെ ഭാര്യയും രാമൻ്റെ ഭാര്യയും അങ്ങനെയാണ് പോയത്. അടുത്തിനി എന്നാണ് വണ്ടി വരുന്നത്? ആളുകൾ ശേഷനോട് അന്വേഷിക്കാൻ തുടങ്ങി. ശേഷന് ഇതിനോടകം ഒരു തലവൻ്റെ സ്ഥാനം എല്ലാവരും കൂടി ചേർന്ന് നൽകിയിരുന്നു. ഇപ്പോഴവർക്ക് ശേഷൻ്റെ വാക്കുകൾ വിശ്വാസമായിരുന്നു. തൻ്റെ വാക്കുകൾ കേൾക്കാനും വിശ്വസിക്കാനും ആളുകൾക്ക് താല്പര്യമുണ്ടെന്നറിഞ്ഞ ശേഷനും സംസാരിക്കാൻ ഉത്സാഹമായി. അയാൾ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അകലെ വനമധ്യത്തിൽ ഒരഗ്നി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് വായുവിൻ്റെ തിരശ്ശീലകൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന് ജ്വലിക്കുന്നു. ഒരു ദിവസം അത് പൊട്ടി വീഴുകയും കാടാകെ തീ പിടിക്കുകയും ചെയ്യും. ഏതവസരത്തിലും അതുണ്ടാകാം. കാട്ടിലെ താമസക്കാർക്ക് അത് കണ്ടുകൂടെ? കാണാൻ പറ്റില്ല. അവരും നമ്മളെപ്പോലെ വന്യമായ ആ അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവരെന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവശേഷിക്കുന്നവർക്ക് സമൃദ്ധി. എന്തായാലും കുറേ പേർ അവശേഷിക്കാതെ വരില്ല. അയാളുടെ വാക്കുകൾ കേട്ടതോടെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗം കാട്ടിൽ നിന്നും വരുന്ന ഒറ്റയടിപ്പാതയുടെ മുഖത്ത് സ്ഥിരം താവളമാക്കി. കാട്ടിനുള്ളിൽ നിന്ന് ഒരു കിളിയുടെ നീണ്ട ചൂളം വിളി കേട്ടാലുടൻ അവർ ഞെട്ടിയെഴുന്നേറ്റു. മണിമുഴക്കം പോലെ വള്ളിപ്പടർപ്പുകളിൽ നിന്ന് വള്ളിപ്പടർപ്പുകളിലേക്ക് ഊതിപ്പോകുന്ന കാറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ അസ്വസ്ഥരായി. ഏതു നിമിഷത്തിലും എന്തും സംഭവിക്കാം. അവർ രാത്രികളിൽ തവണ വെച്ച് ഉറക്കമിളച്ചു. പകൽ കാട്ടിൽ കുറേ ദൂരം വരെ കയറി ചെന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി. ഒടുവിൽ ഒരു ദിവസം ഒരു വൈകുന്നേരം മണിമുഴക്കം കേട്ടു. എല്ലാവരും ഒറ്റയടിപ്പാതയുടെ മുന്നിൽ ചെന്ന് കാത്തു നിന്നു. അന്തരീക്ഷം ഇരുണ്ടു. 2 കറുത്ത കുതിരകൾ വലിക്കുന്ന വണ്ടിയിൽ വീണ്ടും ഒരിക്കൽ ശവശരീരങ്ങളും സമ്പത്തും വന്നെത്തി. അത് കാണാൻ അച്ഛൻ്റെ കയ്യും പിടിച്ച് പുരുഷനും പോയിരുന്നു. സമ്പത്ത് എല്ലാവർക്കുമായി പങ്കിട്ട് കൊടുത്തത് അന്നും ശേഷനായിരുന്നു. ഇത്തവണ കുറെ കൂടി പരിഷ്കൃതമായ സാധന സാമഗ്രികളായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. സ്വർണ്ണക്കട്ടികൾ കുത്തി നിറച്ച 4-5 ചാക്കുകൾ തന്നെ വണ്ടിക്കുള്ളിലുണ്ടായിരുന്നു. എല്ലാ വീട്ടുകാർക്കും വേണ്ട റേഡിയോ സെറ്റുകൾ, കുറേ ടെലിവിഷൻ സെറ്റുകൾ കൂട്ടത്തിൽ എത്തിച്ചേർന്നിരുന്നു. എല്ലാവർക്കും എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരാൾ ശേഷനോട് ചോദിച്ചു, അങ്ങേക്കൊന്നും വേണ്ടേ? എനിക്കുള്ളത് ആ വണ്ടിയിലുണ്ട്. എല്ലാവരും വണ്ടിക്കുള്ളിലേക്ക് നോക്കി. അതിലവർ കണ്ടത് അതിമനോഹരിയായ ഒരു പെണ്ണിൻ്റെ ശവമായിരുന്നു. മറ്റ് ശവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ ഒരെണ്ണം. യാതൊരു കേടുപാടുകളും പറ്റിയിട്ടില്ല. ഉറങ്ങിക്കിടക്കുകയാണെന്നേ തോന്നുന്നു. ആൾക്കാർ ആ മുഖത്തേക്ക് നോക്കി അത്ഭുതപ്പെട്ടു. ഇത്ര സൗന്ദര്യമുള്ള ഒരു മുഖം അതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല. തങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് നിശ്ചേഷ്ടമായ ആ മനുഷ്യ ശരീരമെന്ന് ഓരോരുത്തർക്കും തോന്നി.
ആളുകളുടെ മനസ്സിൽ ഊറിക്കൂടുന്ന ചിന്താഗതിയെക്കുറിച്ച് സംശയം തോന്നിയതുപോലെ ശേഷൻ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ ശവം വാരിയെടുത്ത് തോളിലിട്ടു. തൻ്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന ആളുകളെക്കുറിച്ചോ അവരുടെ ഉള്ളിൽ ആ നിമിഷം തകർന്നു വീടുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രതിരൂപത്തെക്കുറിച്ചോ ഓർക്കാൻ അയാൾക്കപ്പോൾ സ്വബുദ്ധി ഉണ്ടായിരുന്നില്ല. ശൂന്യമായ വണ്ടി വെട്ടിത്തിരിഞ്ഞ് അത് വന്ന വഴിയെ തിരിച്ചോടിപ്പോയി. കുടമണികളുടെ കിലുക്കം കേൾക്കാതെയായി. ശേഷൻ എല്ലാവരെയും പകച്ചു നോക്കി. അയാളുടെ കണ്ണുകൾ തീർത്തും ഒരു ഭ്രാന്തൻ്റേത് മാതിരി ആയിക്കഴിഞ്ഞിരുന്നു. അവയിൽ നിന്നും കറുപ്പ് നിറത്തിലുള്ള ഒരു പുക പുറത്തേക്ക് വ്യാപിക്കുന്നത് പോലെ പലർക്കും തോന്നി. ഒരിക്കൽ പോലും സമനില തെറ്റി കണ്ടിട്ടില്ലാത്ത തങ്ങളുടെ നേതാവിൽ പൊടുന്നനെ വന്ന ഈ മാറ്റം അവർ ഭയന്നുകൊണ്ട് നോക്കി നിന്നു. ശേഷൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വികൃതമായ ഒരു നിലവിളി അയാളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് ഞെരിഞ്ഞു വന്നു. അതിൻ്റെ ശബ്ദം ഉയരും തോറും അയാളാകെ വിറയ്ക്കാൻ തുടങ്ങി. ശബ്ദം ഉച്ചസ്ഥായിയിലെത്തുകയും അയാളുടെ ശരീരം അടിമുടി വിറയ്ക്കുകയും ചെയ്ത നിമിഷത്തിൽ ശേഷൻ കാടിന് നേരെ ഓടിക്കയറി. ഒറ്റയടിപ്പാതയുടെ അങ്ങേയറ്റത്തെ വളവിൽ അയാളുടെ രൂപം അപ്രത്യക്ഷമാകുന്നത് എല്ലാവരും അമ്പരപ്പോടുകൂടി നോക്കി. അയാൾ ആ ശവത്തെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആൾക്കാർ പരസ്പരം ചോദിച്ചു. ആർക്കും അതിനുത്തരമുണ്ടായിരുന്നില്ല. കാട്ടിൽ നിന്ന് പലജാതി മൃഗങ്ങളുടെയും പലജാതി കിളികളുടെയും നിലവിളികൾ പുറത്തേക്ക് തെറിച്ചു. നേരിയൊരു കൂടിയാലോചനയ്ക്ക് ശേഷം 3 പേർ കാടിനുള്ളിലേക്ക് പോയി നോക്കി വരട്ടെ എന്ന് തീരുമാനമെടുത്തു. ശേഷൻ്റെ മൂത്ത മകൻ സുബ്രനും ഔസേഫും രാമനും കൂടി ഒറ്റയടിപ്പാതയിലൂടെ തിരഞ്ഞു നടന്നു. പിറ്റേന്ന് പുലർച്ചെയാണ് അവർ മടങ്ങി വന്നത്. 3 പേർക്കും ലജ്ജ കൊണ്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. സുബ്രൻ വന്നപാട് ഒരു മരത്തിൽ തലയിട്ടടിച്ച് ദീനം കരയാൻ തുടങ്ങി. തൻ്റെ അച്ഛന് ഭ്രാന്തി പിടിച്ചിരിക്കുന്നു എന്ന് കരച്ചിലിനിടയിൽ അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ കണ്ട കാഴ്ച ആരെയും നടുക്കുന്ന ഒന്നായിരുന്നു. കാടിൻ്റെ നടുവിൽ പുഴയ്ക്കരികിൽ ഒരു വെള്ളപ്പാറയുടെ മേൽ നഗ്നമാക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ ശവശരീരത്തിന് മേൽ ശേഷൻ കിടക്കുന്നു. അയാൾ അവരെ കണ്ടതേയില്ല. എല്ലാവരും പരസ്പരം നോക്കാൻ ബന്ധപ്പെടുകയായിരുന്നു. ശവത്തെ ഭോഗിക്കുന്നവൻ അങ്ങനെ ഒരാളാണോ തങ്ങളുടെ നേതാവ്? അങ്ങനെ ഒരാളെ തങ്ങളുടെ നേതാവായി അംഗീകരിക്കാനോ തങ്ങൾക്കിടയിൽ വച്ചുകൊണ്ടിരിക്കാനോ ആരും തയ്യാറായിരുന്നില്ല. 3-ാം ദിവസമാണ് ശേഷൻ മടങ്ങി വന്നത്. അയാൾ ആകെ മാറിയിരിക്കുന്നു. അയാളുടെ ദേഹത്തു നിന്ന് ചീഞ്ഞടിഞ്ഞ മനുഷ്യമാംസത്തിൻ്റെ ഗന്ധം വമിച്ചിരുന്നു. തകർന്നടിഞ്ഞ കണ്ണുകളിൽ അപ്പോഴും മൃഗീയമായ ഒരു ദാഹത്തിൻ്റെ അവസാന നാളങ്ങൾ നിന്നിരിച്ചു. മടങ്ങി വന്ന ശേഷന് ആ സമൂഹവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അയാൾ പുറത്താക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നേക്കുമായി അയാൾ അയാളുടെ ഉള്ളിലേക്ക് ചുരുങ്ങി. അയാളുടെ ഭാഷയിലേക്ക് ചുരുങ്ങി. തന്നെ പുറത്താക്കിയ സമൂഹത്തിന് നേരെയുള്ള അടങ്ങാത്ത വൈരാഗ്യവുമായി, തൻ്റെ സ്വകാര്യ ഭാഷയിൽ അവർക്കെതിരെയുള്ള ഭീഷണികളുമായി ഒരൊറ്റപ്പെട്ട വന്യമൃഗത്തെപ്പോലെ അയാൾ ആ നാട്ടിലൂടെ അലഞ്ഞു നടന്നു. ആർക്കും അയാൾ ആരുമായിരുന്നില്ല.